ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആണിത്. ഇത് എല്ലാവർക്കും ഉഗ്ര റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടാണ്. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ടായാലും മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബീട്രൂട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കി വെക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പകുതി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ജാറിലാണ് ഇട്ട് അരച്ചത്, വെള്ളമൊന്നും ചേർത്തുണ്ടായില്ല. നോർമൽ ആ ബീട്രൂട്ട് മാത്രം ഇട്ടിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തു. അതിന് ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രം ഇങ്ങനെ ഒരു പാനിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം തിളപ്പിക്കാൻ പാടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ബീട്രൂട്ടിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാം. ബീട്രൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിനും സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ സ്കിന്നിന് തിളങ്ങാനും നല്ല കളർ വയ്ക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഇത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ബീട്രൂട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അത് വറ്റിപ്പോവാതെ നന്നായിട്ടും ചെറുതായിട്ടും തിളപ്പിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര ബീട്രൂട്ട് എടുത്തിട്ടുണ്ടോ അതിനേക്കാളും അളവ് കൂട്ടിയിട്ട് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസിനേക്കാളും ഇരട്ടിയായിരിക്കണം നമ്മൾ അരിപ്പൊടി എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് അതിലേക്ക് വറ്റി കിട്ടുള്ളൂ. എനിക്ക് ഫസ്റ്റ് എടുത്തപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അതിങ്ങനെ പൊടിയായിട്ട് വന്നില്ല. ബീട്രൂട്ടിൻ്റെ ഒരു കട്ടയായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിലേക്ക് കുറച്ചും കൂടി പൊടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ വിചാരിച്ച പോലത്തെ ആ പൊടി ഒരു പൗഡർ ഫോമിൽ ഇത് കിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായേ. അപ്പം ഞാനതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കി, പൊടി പോലെ ആവാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു പൗഡർ ഫോമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ബോക്സിലിട്ടിട്ടാണ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതിങ്ങനെ പൂപ്പായി വരും, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ മാക്സിമം ആ ബീട്രൂട്ടിലുണ്ടായിരുന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൂപ്പായി വരാണ്ടൊക്കെ അത് ഇരുന്നോളും, കുറച്ച് നാളൊക്കെ ഇരിക്കും. ഇതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പൗഡറിലേക്ക് ആഡ് ചെയ്തത് വെള്ളമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര, അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ, അങ്ങനെ നമ്മുടെ സ്കിന്നിന് എന്താണ് സ്യൂട്ടായിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതുപോലെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയും. നമ്മൾ നെക്കിലും പിന്നെ ബാക്കി വന്ന് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം മുഖം മാത്രമല്ല നമ്മുടെ സ്കിന്നിനും കളറ് വെക്കാനായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനെന്ത് പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണേണ്ട ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.